ഹലോ, വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനകത്ത് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ കമ്പോണൻസ് ഓഫ് DBMS ആണ് ഡിസ്ക്രൈബ് ചെയ്തത്. അതിൽ ഫസ്റ്റ് രണ്ട് മൂന്ന് കമ്പോണൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ, ഡാറ്റ എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് പറയണത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വന്നത് ഡാറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആയിരുന്നു അല്ലേ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഡാറ്റ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് നമ്മുടെ DBMSൻ്റെ. കാരണം എന്താ, ഡാറ്റ ഇല്ലെങ്കിൽ ഡാറ്റാബേസ് ഇല്ല അല്ലേ. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ DBMSും ഡാറ്റാബേസും ഒക്കെ യൂസ് ചെയ്യണത്. അപ്പോൾ ഡാറ്റ ഇല്ലെങ്കിൽ ഇവയൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡാറ്റ അവിടെ മെയിനായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഡാറ്റയിൽ പറയാനുള്ളത് മെറ്റാ ഡാറ്റ, അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡാറ്റ അബൌട്ട് ഡാറ്റയാണ് മെറ്റാ ഡാറ്റ എന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഫീൽഡ്, റെക്കോർഡ്, ഫയൽ. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പറയാം, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഫിഗർ 8.3. 8.3 പറയുന്നത് ഇവിടെ ഒരു ഫയൽ തന്നിട്ടുണ്ട്. ഫീൽഡ്, റെക്കോർഡ്, ഇതൊക്കെ എന്താണെന്നുള്ളത് പിക്ചറായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് അഡ്മിഷൻ നമ്പർ 103, നെയിം മോഹനൻ, അതുപോലെ ബാച്ച്, റിസൾട്ട്, മാർക്ക്, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്, നെയിം എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്, ബാച്ച് എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്, റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്, മാർക്ക് എന്ന് പറയുന്നതും ഫീൽഡാണ്. അപ്പോൾ എന്താണ് ഫീൽഡ്? എന്താ, ഓരോ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർഡ് ഡാറ്റ. നമുക്കിപ്പോൾ അഡ്മിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഒരു അഡ്മിഷൻ നമ്പറാണ് അവിടെ സ്റ്റോർ ആവുന്നത്. നെയിം എന്ന് പറയുമ്പോൾ ഒരു നെയിമാണ് അവിടെ സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഇവ ഓരോന്നും ഫീൽഡുകളാണ്. ഇനി റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്സിനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇവിടെ അഡ്മിഷൻ നമ്പർ ഒരു ഫീൽഡാണ്, നെയിം ഒരു ഫീൽഡാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ അഡ്മിഷൻ നമ്പർ ആയിട്ടുള്ള 103 എന്ന് പറയുന്നത് ആരുടെയാണ് ആ അഡ്മിഷൻ നമ്പർ? മോഹനൻ എന്ന ആളുടെ. സയൻസ് ബാച്ചിൽ പഠിക്കുന്നു, റിസൾട്ട് പാസ്സാണ്, മാർക്ക് 520 അല്ലേ. അപ്പോൾ ആ 103 എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ്, ഈ മൊത്തം മോഹനൻ സയൻസ് റിസൾട്ട് പാസ്സാണ്, മാർക്ക് 520 ആണ്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? ആ മോഹനൻ്റെ മാത്രം ഡാറ്റയാണ്, അല്ലെങ്കിൽ 103 എന്ന് പറയുന്ന അഡ്മിഷൻ നമ്പറിൻ്റെ മാത്രം ഡാറ്റയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓരോ ഫീൽഡുകൾ റിലേറ്റഡ് ആണ് അല്ലേ. ഇവിടെ 103 മോഹനൻ്റെ അഡ്മിഷൻ നമ്പറാണ്, ആളുടെ ബാച്ച് സയൻസ് ആണ്, അതുപോലെ ആളുടെ റിസൾട്ട് പാസ്സായിട്ടുണ്ട്, അതുപോലെ മാർക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫീൽഡുകളും, ഓരോ റിലേറ്റഡ് ഫീൽഡുകളും ചേരുന്ന കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫയൽ? ഫയൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഓരോ അഡ്മിഷൻ നമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ പേരുകളുണ്ടാവും. ഇപ്പോൾ 103 ഒരു അഡ്മിഷൻ നമ്പർ ആയിരിക്കും, അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പേരും ബാച്ചും ഒക്കെ ഉണ്ടാവും. അതുപോലെ 102 എന്ന് പറഞ്ഞിട്ടൊരു അഡ്മിഷൻ നമ്പർ ഉണ്ടാവും, അവരുടെയും ഓരോരോ ഡാറ്റാസ് ഉണ്ടാവും. അതുപോലെ 101 ഉണ്ടാവും, 104 ഉണ്ടാവും, 105 ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഈ ഓരോന്നും റെക്കോർഡുകളാണ് അല്ലേ. ഈ റെക്കോർഡുകളൊക്കെ നമുക്കൊരു സാധനത്തിൽ സ്റ്റോർ ചെയ്യണ്ടേ, അതിനെയാണ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ എന്താ? എ ഫയൽ ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ഓപ്പറേറ്റേഴ്സ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് റെക്കോർഡ്സ് അല്ലേ. സെയിം ടൈപ്പായിട്ടുള്ള റെക്കോർഡുകളുടെ കളക്ഷൻ, അല്ലെങ്കിൽ ആ റെക്കോർഡുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫയലിൽ എന്താ ഉണ്ടാവുക? സെയിം ടൈപ്പായിട്ടുള്ള റെക്കോർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് കുഞ്ഞ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർഡ് ഡാറ്റ. റെക്കോർഡ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫീൽഡുകൾ. ഫയൽ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് റെക്കോർഡ്സുകൾ. അപ്പോൾ ഇത്രയാണ് ഡാറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. നെക്സ്റ്റ് നമ്മളുടെ DBMSൻ്റെ കമ്പോണൻ്റാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഒരു ഡാറ്റാബേസ് അല്ലെങ്കിൽ DBMS ആരൊക്കെയാണോ, അല്ലെങ്കിൽ DBMS ആയിട്ട് ആരൊക്കെയാണോ ഇൻട്രാക്ട് ചെയ്യുന്നത്, അവരൊക്കെ എന്താണ്? DBMSൻ്റെ യൂസേഴ്സാണ്. നമുക്ക് കുറച്ചധികം യൂസേഴ്സ് പഠിക്കാനുണ്ട്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, നെയ്വ് യൂസേഴ്സ്, ഇങ്ങനെയൊക്കെ ഓരോ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഡാറ്റാബേസിനെ അല്ലെങ്കിൽ DBMSനെ ആരൊക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരൊക്കെ DBMS ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ
ഓരോ ടൈപ്പ് യൂസേഴ്സാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവർ ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പായിട്ടാണ് അവർ ഇൻട്രാക്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ യൂസേഴ്സിനെ. അപ്പോൾ ഇവർ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ പോകുക വഴി പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് പേരുകൾ മാത്രം മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് യൂസേഴ്സ് എന്ന് പറയുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ DBMSനെ ആരാണോ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് അവരെയാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. DBMSൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ DBA എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഉണ്ട്, നേവ് യൂസേഴ്സ് ഉണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പോണൻ്റാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന കമ്പോണൻറ്റ്. പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഇപ്പം നമുക്ക് ഡാറ്റാബേസ് മിക്ക യൂസേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് എന്നറിയാം അല്ലേ. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയ പോലെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഡാറ്റാബേസ് അല്ലെങ്കിൽ DBMS യൂസ് ചെയ്യുന്നതിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് DBMS ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാബേസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സിൽ വരിക എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ലോഗ് ഓൺ ടു ദ DBMSലേക്ക് നമുക്ക് ലോഗ് ഓൺ ചെയ്യണം. അതുപോലെ തന്നെ യൂസ് എ പെർട്ടിക്കുലർ DBMS ഫെസിലിറ്റി ഓർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഏത് DBMS ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്കൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വേണം. അതുപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ദ DBMS സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ മേക്ക് ബാക്കപ്പ് കോപ്പീസ് ഓഫ് ഡാറ്റാബേസ് ഓർ ഹാൻഡിൽ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സ്. നമുക്ക് ബാക്കപ്പ് കോപ്പീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ റെക്കഗ്നൈസ് ദ ഡാറ്റാബേസ് അക്രോസ് മൾട്ടിപ്പിൾ ഡിസ്ക്, ഇംപ്രൂവ് പെർഫോമൻസ് ഓർ അച്ചീവ് ആർക്കൈവ് ഡാറ്റ ടു സെക്കൻഡറി സ്റ്റോറേജ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡാറ്റ അബൌട്ട് ഡാറ്റ ഈസ് കോൾഡ്. ഇതൊക്കെ വൺ വേർഡ് പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എക്സാമിന്. ഡാറ്റ അബൌട്ട് ഡാറ്റ എന്താണ്, മെറ്റാ ഡാറ്റ. അതുപോലെ രണ്ടാമത്തെ വന്നിട്ടുണ്ട് ലിസ്റ്റ് ദ നെയിം ഓഫ് മേജർ കമ്പോണൻസ് ഓഫ് എ ഡാറ്റാബേസ് സിസ്റ്റം. നമ്മൾ DBMSൻ്റെ കമ്പോണൻസ് പഠിച്ചാണ്, അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറൈസ് ദ ഫോളോയിങ് കമ്പോണൻസ് DBMS എൻവയോൺമെൻറ്റ്, ഹാർഡ് ഡിസ്ക്, സ്വിച്ച്, DBA, പേറോൾ സിസ്റ്റം, എൻഡ് യൂസേഴ്സ്, റെയിൽവേ റിസർവേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള കമ്പോണൻസ് യൂസ് ചെയ്തിട്ട് ഈ തന്നിട്ടുള്ളവയെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡാറ്റ അബ്സ്ട്രാക്ഷൻ മാത്രം പറയുന്നുള്ളൂ, ഇൻഡിപെൻഡൻസ് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പോൾ എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് നോക്കാം. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അബ്സ്ട്രാക്ഷൻ അവിടെ പഠിച്ചത്, ഹൈഡിങ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് അല്ലേ. നമ്മൾ കുറച്ച് പ്രൈവറ്റ് ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്തിട്ട് എന്താണോ പുറത്ത് കാണിക്കേണ്ടത് അതിനെ മാത്രം ഷോ ചെയ്യുന്നു, അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചതാണ്. അത് തന്നെയാണ് ഡാറ്റാബേസിൻ്റെയും അബ്സ്ട്രാക്ഷൻ. ഡാറ്റാബേസിൻ്റെ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ഡാറ്റാബേസിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഹൈഡ് ചെയ്ത് എന്താണ് യൂസേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കിന് കാണേണ്ടത് അത് മാത്രം ഷോ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഡാറ്റ അബ്സ്ട്രാക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു 3 ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ്റെ 3 ലെവൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ലെവൽസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പോൾ ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻസ്, ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. അപ്പോൾ നമുക്ക് ആദ്യം ഫിസിക്കൽ ലെവൽ എന്താണെന്ന് പറയാം. ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഡാറ്റ അബ്സ്ട്രാക്ഷൻ്റെ ലെവൽസ് എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കുമ്പോൾ അതിനൊരു ഡയഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫിഗർ നമ്മളവിടെ വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ് കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ മുകളിലാണ് ലോജിക്കൽ ലെവൽ ഉള്ളത്, അതിന് തൊട്ട് മുകളിലാണ് വ്യൂ ലെവൽ ഉള്ളത്. അപ്പോൾ ഫിസിക്കൽ ലെവൽ എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത് ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനാണ്. ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനാണ് ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ലെവൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഹൗ ഡാറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഓൺ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് സച്ച് ആസ് ഡിസ്ക് ആൻഡ് ടേപ്സ്. അതായത് എങ്ങനെയാണ് നമ്മളുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളിൽ ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നത്, അതാണ് ഫിസിക്കൽ ലെവൽ ഡിസ്ക്രൈബ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് ആണ് ലോജിക്കൽ ലെവൽ. ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ.
അതായത് ഫിസിക്കൽ ലെവൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഹയർ ലെവലാണ് നമ്മുടെ ലോജിക്കൽ ലെവൽ വരുന്നത്. ലോജിക്കൽ ലെവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ് ആൻഡ് വാട്ട് റിലേഷൻഷിപ്സ് എക്സിസ്റ്റ് എമംഗ് ദോസ് ഡാറ്റ. അതായത് ലോജിക്കൽ ലെവൽ പറയുന്നത് ഫിസിക്കൽ ലെവൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് ലോജിക്കൽ ലെവൽ. അവിടെ എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എന്ത് ഡാറ്റയാണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് വ്യൂ ലെവൽ. വ്യൂ ലെവലാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിനെയാണ് നമ്മൾ വ്യൂ ലെവൽ എന്ന് പറയുക. ആ വ്യൂ ലെവലാണ് യൂസേഴ്സിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അതായത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റേനെ യൂസേഴ്സ് വ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസേഴ്സ് കാണുന്ന ആ ഒരു ലെവലിനെയാണ് നമ്മൾ വ്യൂ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം.